രാഷ്ട്രീയ കേരളം ഏറെ ശ്രദ്ധിച്ച പാല മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയം പാസ്സായി. ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും പിന്താങ്ങിയതോടുകൂടിയാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ വെറും 6 മാസം മാത്രം പ്രായമുള്ള UDFിന്റെ നേതൃത്വത്തിലുള്ള ഒരു കുടുംബം ഭരണം നടത്തിയിരുന്ന പാലാ മുനിസിപ്പാലിറ്റി UDFിന് നഷ്ടമായി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ദിയ ബിനു പുളിക്കക്കണ്ടം അവരാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായിട്ട് കഴിഞ്ഞ 6 മാസം ഉണ്ടായിരുന്നത്. പാലാ നഗരസഭയുടെ അധ്യക്ഷയാണ്. ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകളാണ്. ബിനു പുളിക്കക്കണ്ടം, ദിയ പുളിക്കക്കണ്ടം ഉൾപ്പെടെ 3 പേര് ഒരു കുടുംബത്തിൽ നിന്ന് ജയിച്ചു കയറിയതോടുകൂടിയാണ് അവരുടെ ബാർഗെയിനിങ്ങിലാണ് UDFിന് ദിയ ബിനു പുളിക്കക്കണ്ടത്തെ നഗരസഭ അധ്യക്ഷയാക്കി വെച്ച് പാലാ ഭരണം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചത്. അങ്ങനെ പാലായിലെ ഭരണം പിടിക്കുക എന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടമായിരുന്നിടത്താണ് ഈ 3 പേര് അവരോടൊപ്പം ചേർന്ന് അങ്ങനെ ഒരു മുന്നണി രൂപീകരിച്ച്, ഒരു സ്വതന്ത്ര കൂട്ടായ്മ പോലെ രൂപീകരിച്ച് അവർക്ക് ഭരണം തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചത്. പക്ഷേ ഈ കുടുംബ മേൽക്കോയ്മയുമായിട്ട് UDFിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കൗൺസിലർമാരുമായിട്ടുണ്ടായ വലിയ വാക്പോരിന്റെയും വലിയ അകൽച്ചയുടെയും ഭാഗമായിട്ട് അതിനിടയിലൂടെ ഇടതുപക്ഷം കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് പിന്താങ്ങി എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസ് മാത്രമല്ല, അവിടെ PJ ജോസഫ് വിഭാഗത്തിലെ കൗൺസിലർമാർ കൂടി ആ വിശ്വാസത്തെ പിന്താങ്ങിയതോടുകൂടി അവിശ്വാസം വിജയിച്ചു. അവിടെ UDFിന് ഭരണം നഷ്ടമാവുകയും ചെയ്തു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആണ് അവിടെ ഭരണം നടത്തുന്നത് എങ്കിൽ പോലും ഈ ദിയ ബിനു പുളിക്കക്കണ്ടത്തെ അധ്യക്ഷയാക്കുന്നതോടുകൂടി അവർ 3 പേർ, ഒരു കുടുംബത്തിൽ നിന്നുള്ള 3 പേരാണ് പ്രധാനമായിട്ടും ഭരണം കൈയാളിയിരുന്നത്. പല മുനിസിപ്പൽ അധ്യക്ഷന്റെ, നഗരസഭാ അധ്യക്ഷന്റെ റൂമിനകത്ത് നിന്ന് പല സാധനങ്ങളും മോഷണം പോകുന്നു എന്നാരോപിച്ച് അധ്യക്ഷ തന്നെ പോലീസിൽ പരാതി നൽകുന്നു. അത് കോൺഗ്രസിന്റെ ഒരു കൗൺസിലർക്കെതിരെ, അതായത് അവരെ മുനിസിപ്പൽ അധ്യക്ഷയാക്കി വെച്ചിട്ടുള്ള മുന്നണിയുടെ ഒരു കൗൺസിലർക്കെതിരെ പരാതി നൽകുന്നു. അങ്ങനെ വലിയ കോലാഹലങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ നടന്നിട്ട്. നമുക്ക് ഇന്ന് വന്നിട്ടുള്ള വാർത്ത എന്താണ് നോക്കാം. പാലാ നഗരസഭയിൽ കുടുംബ മുന്നണി ഭരണത്തിന് അന്ത്യം. നഗരസഭാ അധ്യക്ഷ ദിയ ബിനു പുറത്തായി. ഇന്ന് ഇടതുമുന്നണി അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ ഭരണ പ്രതിപക്ഷ മുന്നണികൾ ഒന്നായി അനുകൂലിച്ചതോടെ 6 മാസത്തെ കുടുംബ മുന്നണി ഭരണത്തിനാണ് അന്ത്യമായത്. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ ഒരു സ്വതന്ത്ര അംഗം ഉൾപ്പെടെ കോൺഗ്രസ് കൗൺസിലർമാർ കൂടി പിന്തുണയ്ക്കുന്ന അപൂർവ സാഹചര്യവും പാലാ നഗരസഭയിൽ ഉണ്ടായി എന്നതാണ് കൗതുകം. അതേസമയം കുടുംബ മുന്നണിയിലെ 3 പേരും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ദിയ ബിനുവിന് അനുകൂലമായ നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത്. ഗർഭിണിയായതിനാൽ ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്ന കോൺഗ്രസിലെ വനിതാ അംഗവും മറ്റൊരു കൗൺസിലറും മാത്രമാണ് പങ്കെടുക്കാതിരുന്നത്. കോൺഗ്രസിന്റെ 4 കൗൺസിലർമാരും കോൺഗ്രസ് വിമത രാഹുലുമാണ് ഭരണമുന്നണിയിൽ നിന്നും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചത്. അവിശ്വാസ പ്രമേയത്തിന് UDF പിന്തുണയോടെ നഗരസഭ അധ്യക്ഷ പദവിയിൽ എത്തിയ ദിയ ബിനുവിനെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന നിർണായക സന്ദേശം തന്നെയാണ് UDF നേതൃത്വം വിപ്പിലൂടെ കൗൺസിലർമാർക്ക് നൽകിയിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തണം എന്ന തന്ത്രപരമായ രാഷ്ട്രീയ നിർദ്ദേശം മുന്നോട്ട് വച്ചപ്പോഴും സ്വതന്ത്ര മുന്നണിയുടെ പ്രതിനിധിയെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് മുന്നണി കൗൺസിലർമാർക്ക് UDFും കോൺഗ്രസും നൽകിയിരിക്കുന്നതെന്നും കൗതുകമായി. അതൊരു വല്ലാത്തൊരു കൗതുകമാണല്ലോ. അതായത് മുന്നണി ഭരണം നിലനിൽക്കണം, പക്ഷേ ഭരണം പോകരുത്, പക്ഷേ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെ പിന്തുണയ്ക്കരുത്. അത് നടപടിയാവുന്ന കേസല്ലല്ലോ. കാരണം ഇവരാണല്ലോ അവരെ അധ്യക്ഷയാക്കി വെച്ചത്. അപ്പോൾ അവർക്കെതിരെ അവിശ്വാസ പ്രമേയത്തെ പരസ്യമായിട്ട് പിന്തുണയ്ക്കേണ്ട, പക്ഷേ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെയും പിന്തുണയ്ക്കേണ്ട. അതായത് ഒരേ സമയം 2 തോണിയിൽ കാലുവെക്കുന്ന അവസ്ഥയാണ് കോൺഗ്രസ്. നോക്കാം. UDFിലെ ഘടകകക്ഷികളായ കോൺഗ്രസ്, കേരള കോൺഗ്രസ് കൗൺസിലർമാർക്കും അഫിലിയേറ്റ് കക്ഷിയായ KDPയുടെ പ്രതിനിധിക്കും സമാനമായ വിപ്പാണ് നേതൃത്വം കൈമാറുന്നത്. ദിയ ബിനുവിന് അനുകൂലമായി വോട്ട് ചെയ്യുക എന്ന നിർദ്ദേശത്തിന് പകരം കൗൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് അംഗങ്ങൾക്ക് UDF ഘടകകക്ഷികൾ നിർദ്ദേശം നൽകിയത്. 17 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തു. രാഷ്ട്രീയമായി ഇടതുമുന്നണിയെ ചെറുക്കുമ്പോഴും കുടുംബ മുന്നണിയെ പിന്തുണയ്ക്കുന്നില്ല എന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് ഇതിലൂടെ UDF നൽകുന്നത്. പാലായിൽ ഭരണസ്തംഭനത്തിനിടയാക്കിയ നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെ പുറത്താക്കിയെന്ന കോൺഗ്രസ് കൗൺസിലർമാരുടെ നീക്കത്തിന് മൗനാനുവാദം നൽകുന്ന സമീപനമാണ് നേതൃത്വം സ്വീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന താരപരിവേഷം ലഭിച്ച ദിയ ബിനു സ്ഥാനലബ്ധി കൈവരിച്ച് കേവലം 6 മാസങ്ങൾക്കിപ്പുറം നാണം കെട്ട് പടിയിറങ്ങേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സ്വതന്ത്ര മുന്നണി എന്ന ലേബലിലായിരുന്നു UDF പിന്തുണയോടെ ദിയ ബിനു അധ്യക്ഷയും മറ്റൊരു സ്വതന്ത്ര രാഹുൽ വൈസ് ചെയർമാനും ആയത്. എന്നാൽ ഭരണത്തിലെ കെടുകാര്യസ്ഥത മൂലം മാസങ്ങൾക്കുള്ളിൽ രാഹുൽ ഇവരുമായി ആകുന്നു. അതോടെ സ്വതന്ത്ര മുന്നണി കുടുംബ മുന്നണിയായി മാറി. ഇത്തരം ഒരു പതനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് സ്വതന്ത്ര മുന്നണി അംഗങ്ങളുടെ ഏകാധിപത്യ സമീപനവും ഗുണ്ടാ നിലപാടുകളുമാണ്. DYFI ജില്ലാ സമ്മേളനത്തിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വിട്ടു നൽകാനുള്ള കുടുംബ മുന്നണിയുടെ തീരുമാനമാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ഒടുവിൽ അതേസമയം CPM കൂടി ചേർന്ന് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് ദിയ ബിനു പുറത്താകുന്നത്. 6 മാസവും നടന്ന റിയൽ രാഷ്ട്രീയം എന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. വേണ്ടത്ര പക്വതയോ പാകതയോ ഇല്ലാത്ത ഭരണമായിരുന്നു 21-കാരിയായ ദിയ ബിനുവിൻ്റെതെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു.
പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന പരീക്ഷണം തിരുവനന്തപുരം നഗരസഭയ്ക്ക് പിന്നാലെ പാലായിലും പാളിപ്പോയി എന്നതാണ് വിമർശനം. പാലാ നഗരസഭയുടെ അഭിമാനമായിരുന്ന സിന്തറ്റിക് ട്രാക്ക് കഴിഞ്ഞ 1 വർഷത്തോളമായി അടഞ്ഞുകിടക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ സമയത്ത് പൂർത്തീകരിക്കുന്നതിന് കരാറുകാരൻ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടും വിഷയത്തിൽ ഇടപെടാതെ കരാറുകാരനെ സഹായിക്കുന്ന നിലപാടായിരുന്നു ഭരണതലപ്പത്തുണ്ടായത്. സ്പോർട്സ് കൗൺസിലിനെ വഴിയാരി ഒഴിയുന്ന സമീപനമാണ് അധ്യക്ഷ സ്വീകരിച്ചത്. ഇതോടെ വൻ സാമ്പത്തിക ബാധ്യതയാണ് നഗരസഭയ്ക്കുണ്ടായത്. അപ്പോൾ അങ്ങനെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പന് വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്ന വിമർശനങ്ങൾക്കിടെ സ്വന്തം മുന്നണിയുടെ പ്രതിനിധികൾ വിജയിച്ച 3 വാർഡുകളിൽ ഇടതുപക്ഷം ലീഡ് നേടുകയും 1 വാർഡിൽ കാപ്പൻ BJPക്ക് പിന്നിലായി 3ാം സ്ഥാനത്താവുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് കുറേ പ്രശ്നങ്ങളുണ്ട് ഇവർക്കിടയിൽ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉരുത്തിരിഞ്ഞാണ് ബസ് സ്റ്റാൻഡിൽ DYFIയുടെ ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് അനുമതി ചോദിച്ചു. അത് നഗരസഭ നൽകി. നഗരസഭ നൽകാൻ തീരുമാനിക്കുന്ന യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ വലിയ ബഹളം നടന്നിരുന്നു. പക്ഷേ ആ ബഹളങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നഗരസഭ അതിന് അനുവാദം നൽകി. അവിടെ മുതലാണ് ഈ ദിയ ബിനു പുളിക്കക്കണ്ണും അവരുടെ ഫാമിലിയും ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് കൗൺസിലർമാരും ഒക്കെ തമ്മിൽ തെറ്റുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്തായാലും ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് ഈ സ്ഥാനത്ത് ഇരിക്കാൻ അർഹതയില്ല, അവരെ അവിടുന്ന് പുറത്താക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി. അതിനവർ സ്വീകരിച്ചൊരു നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് അംഗങ്ങൾ ഇന്ന് അവിശ്വാസ പ്രമേയം പാസ്സാകേണ്ട ആ ദിവസം, അതായത് അവിശ്വാസ പ്രമേയം വോട്ടിനിടുന്ന ദിവസം കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല. അപ്പോൾ അവർ ദിയയ്ക്ക് എതിരായിട്ട് വോട്ട് ചെയ്തു വരില്ല. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ ഉള്ള കൗൺസിൽ അംഗങ്ങളുടെ വോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ദിയ പുറത്താവുകയും ചെയ്യും എന്നുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ 4 അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ട് ദിയയ്ക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഈ പക്വതയില്ലാത്ത ഒരാളെ, അതായത് ഒരു പേരിന് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് പക്വതയില്ലാത്ത ഒരാളെ, ഈ പ്രായം കുറഞ്ഞ ഒരാളെ നഗരസഭ അധ്യക്ഷയാക്കുന്നു എന്ന വലിയ പരസ്യമൊക്കെ കൊടുത്ത് റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവരെ അധ്യക്ഷയാക്കുമ്പോൾ അവരുടെ ഭരണം എങ്ങനെയുണ്ടാകും എന്നൊരു കാര്യം കൂടി ഇത്രയും വർഷം പ്രവൃത്തി പരിചയമുള്ള നേതാക്കന്മാർക്കും നോക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത. അവരുടെ പിടിപ്പുകേടാണ് ഈ കുട്ടി അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള ആൾക്ക് പ്രായം കുറവാണെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നത് എന്ന വലിയ സ്വയം വിമർശനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും പാലാ നഗരസഭയിലെ ഭരണം UDFന്റെ കയ്യിൽ നിന്ന് പോയി. അവിടെ ഉണ്ടായിരുന്ന സ്വതന്ത്ര കുടുംബ മുന്നണിയുടെ അധ്യക്ഷ അല്ലെങ്കിൽ കുടുംബ മുന്നണിയിൽ നിന്ന് വന്നിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനമൊഴിയേണ്ട അവസ്ഥയിലേക്ക് പോയി. എന്തായാലും ഒരു അവിശ്വാസ പ്രമേയം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂത്താട്ടുകുളത്ത് ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഭരണം CPMന് നഷ്ടമെങ്കിൽ അവിടെ നിന്ന് അധികം ദൂരമില്ലാത്ത പാലായിലെ നഗരസഭ ഭരണം തന്നെ CPM വിചാരിച്ചതുപോലെ അട്ടിമറിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ അവിശ്വാസ പ്രമേയം പാസ്സാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്.